ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേനൽക്കാലം എത്തിയാൽ നമ്മൾ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ പാമ്പുകളും തണലും വെള്ളവും തേടി വീടുകളിലേക്ക് വരാൻ തുടങ്ങും. ഇത് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ്. അതിനാൽ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് വേനൽക്കാലത്ത് വീട്ടിൽ കാണാൻ ചാൻസുള്ള അല്ലെങ്കിൽ വരാൻ ചാൻസുള്ള വിഷപ്പാമ്പുകൾ ഏതൊക്കെയാണെന്നും അതിനെ എങ്ങനെ തിരിച്ചറിയാമെന്നും എന്തെല്ലാം സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. മനുഷ്യർക്ക് പോലും താങ്ങാൻ പറ്റാത്ത ചൂടാണിപ്പോൾ അല്ലേ. നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ്. ഉറപ്പായും നമ്മൾ ചൂട് സമയമായതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ ജനലുകളും വാതിലുകളും നമ്മൾ തുറന്നിടും. കാരണം അത്രയ്ക്കും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ഈ കല്ലുകെട്ടിലും ഇതിലേക്ക് ഇരിക്കുന്ന പാമ്പുകളൊക്കെ കല്ലുകെട്ടിൻ്റെ ആ ചൂടൊക്കെ കൊണ്ട് തന്നെ പുറത്തേക്ക് വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. നമ്മുടെ വീട്ടുപരിസരത്തൊക്കെ സാധാരണയായിട്ട് ഈ ചൂട് സമയത്ത് കാണാൻ ചാൻസുള്ള പാമ്പുകളാണ് അണലി, മൂർക്കൻ, രാജവെമ്പാല തുടങ്ങിയവയൊക്കെയാണ് മിക്കവാറുമൊക്കെ കാണാൻ ചാൻസ് ഉള്ളത്. ആദ്യം നമുക്ക് വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ പാമ്പ് എന്ന് പറയുന്ന ചുമരിലൊക്കെ കയറാൻ കഴിയുന്ന ഈ ഒരു പ്രത്യേക ഇനം പാമ്പാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇതിനെ എട്ടടി മൂർക്കൻ എന്നും വിളിക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത ഇരുണ്ട കറുത്ത നിറമാണ്. തിളക്കമുള്ളതായിരിക്കും. ഇതിൻ്റെ ഇരുണ്ട നിറമാണെങ്കിലും തിളക്കം കാണും. അതിൻ്റെ പുറത്തായിരിക്കും വെള്ള വരകളും ഉണ്ടാവുക. ഇതേപോലെ തന്നെയാണ് വലിയ വിഷമില്ലാത്ത ചുരുട്ട എന്നറിയപ്പെടുന്ന ഇതേപോലെ സാമ്യം തോന്നുന്ന ചുരുട്ടയും ഇതേപോലെയാണ് സാമ്യം തോന്നുന്നത്. പക്ഷേ ചുരുട്ടയുടെ ദേഹത്ത് കറുപ്പ് നിറമാണെങ്കിലും അത് തിളക്കമില്ലാത്തതാണ്. തിളക്കമില്ലാത്ത വെള്ള വരകളോട് കൂടിയത് ചുരുട്ടയായിരിക്കും. എന്നാൽ ഈ ശംഖുവരയൻ അല്ലെങ്കിൽ എട്ടടി മൂർഖൻ എന്ന് പറയുന്നത് കറുത്ത ആ ഒരു കറുപ്പിന് നല്ല ഗ്ലേസിങ് ആയിരിക്കും, തിളക്കമുള്ളതായിരിക്കും. തിളക്കമുള്ളതിൻ്റെ പുറത്തു കൂടിയാണ് വെള്ള വരകൾ കൂടി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ചിലർക്ക് സംശയങ്ങൾ വരാറുണ്ട്. ഈ പാമ്പ് കടിച്ചാൽ അധികം പാടുകളോ ഒന്നും കാണില്ല. അതാണ് നമ്മൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഉറക്കത്തിനിടയ്ക്ക് കടിച്ചാൽ ഒരു കൊതുക് കടിക്കുന്ന വേദനയായിരിക്കും നമുക്കുണ്ടായിരിക്കും. നമ്മൾ അറിയത്തോലുമില്ല. നമുക്ക് വേദന എടുക്കുമായിരുന്നെങ്കിൽ ആ 8 വയസ്സുള്ള കുഞ്ഞ് വേദന കൊണ്ട് കരഞ്ഞ് നമുക്ക് അറിയാൻ പറ്റില്ല പാമ്പ് കടിച്ചതാണെന്ന്. അപ്പോൾ ആ 8 വയസ്സുകാരൻ്റെ ജീവൻ അങ്ങനെ പൊലിഞ്ഞു. അവൻ്റെ അനിയൻ ചികിത്സയിലുമാണ്. ഈ പാമ്പ് കടിച്ചാൽ വലിയ വേദന വരില്ല എന്നാണ് പറയുന്നത്. പാട് തന്നെ ലൈറ്റായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. സാധാരണ മൂർഖൻ പാമ്പൊക്കെ കടിച്ചാൽ വേദന വരും, നീർക്കെട്ട് വരും. അണലി കടിച്ചാൽ തീപ്പൊള്ളൽ ഏറ്റതുപോലെയുള്ള ശക്തമായ നീറ്റലും പുകച്ചിലും ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ ശംഖുവരയൻ കടിച്ചാൽ പാടോ വേദനയോ ഉണ്ടാകില്ല എന്നതാണ് വളർച്ചയെത്തിയ ഒരു ശംഖുവരയൻ പാമ്പിന് 10 മില്ലിഗ്രാം വരെ ഒരു കടിയിൽ മനുഷ്യ ശരീരത്തിലേക്ക് കുത്തിവയ്ക്കാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യൻ മരിക്കാനായിട്ട് 2 മുതൽ 3 മില്ലിഗ്രാം വിഷം മതിയാകുമെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പാമ്പിനെ നോക്കാം. അണലിയാണ്. അണലി കടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ തീപ്പൊള്ളൽ ഏറ്റതുപോലുള്ള ശക്തമായ നീറ്റലും പുകച്ചിലും എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ഒരുപക്ഷെ പാമ്പ് കടി ഏൽക്കുകയാണെങ്കിൽ നാട്ടു ചികിത്സയോ സ്വയം ചികിത്സയോ ഒന്നും ചെയ്യരുത്. എത്രയും വേഗം ആൻജീവനം സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ എത്തിക്കുകയാണ് വേണ്ടത്. പിന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. നമ്മുടെ വീടിനോട് ചേർന്നൊക്കെ ചെടിച്ചട്ടികളൊക്കെ ഇതേപോലെ നമ്മൾ അടുക്കി വച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ അവിടെ ഒരു നനവുണ്ടാകാം. ഇതിൻ്റെ അടിയിലേക്ക് പാമ്പുകൾക്ക് കയറി ഇരിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മളെ വീടിനോട് ചേർന്ന് ഇതേപോലെയുള്ള മടലുകൾ, വിറവുകൾ, ചെരുപ്പ്, ബാഗ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിടുകയാണെങ്കിൽ തണുപ്പ് കിട്ടാനായിട്ട് ഈ പാമ്പിന് കുഞ്ഞുങ്ങളായാലും പാമ്പുകളായാലും ഇതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ചിലപ്പോൾ അത്യാവശ്യത്തിന് ഒഴിച്ചെന്ന് എന്തെങ്കിലും എടുക്കുമ്പോഴായിരിക്കാം നമുക്കും അപകടങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീടും പരിസരവും എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക. ഈ വേനൽക്കാലത്ത് വീടിന് ചുറ്റുമുള്ള പുല്ലുകളും ഒക്കെ നമ്മൾ ഒന്ന് പറിച്ച് കളയുക. അതേപോലെ തന്നെ പൂച്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇവ കളിക്കാനായിട്ടും ഈ പാമ്പിൻ കുഞ്ഞുങ്ങളെയായാലും പാമ്പുകളെയായാലും ഒക്കെ വിളിച്ച് വീട്ടിലൊക്കെ കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ടേൽസിട്ട വീടുകളിലും മൊസൈക്കിട്ട വീടുകളിലൊന്നും പാമ്പുകൾ കയറില്ല എന്ന് നേരത്തെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ തണുപ്പുള്ള ഏത് പ്രതലത്തിലും പാമ്പുകൾ കയറി വരുന്നുണ്ട്.
അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം വരയുടെ അടുത്തൊക്കെയാണ് നമ്മുടെ വീട് എങ്കിൽ നമുക്ക് ആ വരയൊക്കെ മണ്ണ് കൊണ്ടോ കല്ലുകൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊക്കെ നമുക്ക് ആ ഹോളുകളൊക്കെ ഒന്ന് അടച്ചു കൊടുക്കാം. കല്ല് കെട്ട് കരിങ്കല്ലൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ആയിരിക്കാം ഈ പാമ്പുകൾ ഒളിച്ചിരിക്കുന്നത്. ചൂട് സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ഈ കല്ലുകെട്ടിൽ നിന്നൊക്കെ പുറത്ത് വരാൻ ചാൻസും വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സുരക്ഷ നമ്മുടെ കൈകളിൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ വീടിനോട് ചേർന്ന് കോവൽ, പാവൽ, ഈ ഫാഷൻ ഫ്രൂട്ടൊക്കെ നമ്മൾ വീടിനോട് ചേർന്നൊക്കെ പടർത്തി ഇടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വള്ളികളിലൂടെ തന്നെ ഇഴഞ്ഞ് നമ്മുടെ റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാനും ഒരുപാട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിനുള്ളിലേക്ക് നമ്മൾ ഈ വള്ളിച്ചെടികളൊന്നും പടർത്തി ഇടാതിരിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും, നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു മരത്തിലാണ് ഈ പാമ്പ് കയറിപ്പോകുന്നത്. ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ ഇതുപോലൊരു വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.